ഹലോ, ഗുഡ് മോർണിംഗ് ബ്യൂട്ടിഫുൾ സോൾസ്. വെൽക്കം ടു മൈ ചാനൽ. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായി റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. ഓക്കെ, നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഓറക്കിൾ കാർഡിലെടുത്തു. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇന്ന് എടുക്കുന്നത്. ഓറക്കിൾ കാർഡിൽ എനിക്ക് ബോട്ട്, ഹാർട്ട് ബ്രോക്കൺ, ദ ഫിനിക്സ്, ഇത് മൂന്നുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആരുടെയോ ഹൃദയവേദനയെ സൂചിപ്പിക്കുന്ന കാർഡുകളാണ്. ഹൃദയം തകർന്നു, എന്നാൽ ഒരു പുതിയ യാത്രയിലേക്ക് നീങ്ങുന്നു. അവിടെ നിങ്ങൾക്ക് ഒരു പുനർജന്മം കാത്തിരിപ്പുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ടാരോട്ട് റീഡിങ്ങിലിട്ട് പോകാം. ഇവിടെ ആദ്യം വന്ന കാർഡ് ദ മൂൺ എനർജിയാണ്. നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ലോ എനർജിയാണ്. നിങ്ങളിപ്പോൾ ലോ എനർജിയിലാണ്. മനസ്സിലാക്കുക, നിങ്ങൾ കാണുന്ന കാഴ്ചയല്ല യഥാർത്ഥത്തിൽ ഉള്ളത്. അതിൻ്റെ പിന്നിൽ വേറെന്തോ നടക്കുന്നുണ്ട് എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങൾക്കുള്ളൊരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബന്ധത്തിൽ നീതി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യനും. പാസ്റ്റിൽ ഇവിടെ കാണുന്നത് ഈ ബന്ധം നിങ്ങളുടെ അടുത്തേക്ക് വന്ന ഒരു പേജ് ഓഫ് കപ്പുമായിട്ട് വന്നൊരു ബന്ധമാണ്. നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസ് കാണാം. കാരണം ഇതൊരു യങ് എനർജിയാണ്. ഒന്നുകിൽ യങ് എനർജി, അല്ലെങ്കിൽ ഒരു ഇമ്മെച്വറായിട്ടുള്ള ഒരു എനർജി. അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു, കൂടെ കൂട്ടി എന്നാണ് എൻ്റെ ഇൻഡ്യൂഷൻ പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ആ ആളുമായിട്ടുള്ള ഓർമ്മകൾ നിങ്ങൾക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിട്ട് മാറിയതുപോലെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെന്ന് തോന്നുന്നു. പണ്ടത്തെ കാര്യങ്ങൾ ഓർത്താണ് ഇരിക്കുന്നത്. പണ്ടെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് പണ്ടല്ല, ഒരു 6 മാസത്തിൻ്റെയൊക്കെ ഗ്യാപ്പ്, അല്ലെങ്കിൽ ഒരു 6 ദിവസത്തിൻ്റെ ഗ്യാപ്പ്. ചിലർക്ക് ഇത് ചൈൽഡ്ഹുഡ് ഓർമ്മകളുമാകാം കേട്ടോ. ഒരു പാസ്റ്റിൽ നിന്നും വന്ന ഒരു എനർജി ആകാം, പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നൊരു എനർജി ആകാം. ഓക്കെ, അല്ലെങ്കിൽ മുന്നേ പരിചയമുണ്ടായിരുന്നവരും ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഓർ ചിന്തകൾ ക്വീൻ ഓഫ് സോർഡ്സിൻ്റെയാണ്. ഈ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ബന്ധത്തിൽ ഉള്ള പല കാര്യങ്ങളും അനാലിസിസ് ചെയ്യുകയാണ്, ലോജിക്കലി അനാലിസിസ് ചെയ്യുകയാണ്. കുറച്ച് തിടുക്കപ്പെട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു അവസ്ഥയാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി, ഒരു ട്രൂത്ത് ഒക്കെ ഈ കാര്യത്തിൽ വേണം. കാരണം അതായത് നിങ്ങൾ കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനമെടുക്കാനാണ് ഉദ്ദേശം. പല കാര്യങ്ങളെയും, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലെ പല കാര്യങ്ങളെയും കുറിച്ച് വ്യക്തമായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം. അല്ലാതെ ഇതിലുള്ള നിങ്ങൾ തമ്മിലുള്ള ഇമോഷൻസിനെ, വികാരങ്ങളെ മാനിച്ച് ഒരു ഡിസിഷൻ എടുക്കാനല്ല തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ചിലരുടെ മേൽ നമ്മൾ മുഖം നോക്കാതെ നടപടിയെടുക്കും എന്ന് പറയില്ലേ, അതാണ് ഇവിടെ നടക്കുന്നത്. ഈ റീഡിങ് എല്ലാവർക്കും, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് റെസണേറ്റ് ആകണമെന്നില്ല. ഇത് നിങ്ങളെക്കാൾ വളരെ ഏജ് കുറഞ്ഞ ആളായിരിക്കും മറ്റേ ആൾ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ. അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഇമ്മച്ചുറായിട്ടുള്ള ഒരു വ്യക്തിയും ആകാം. ഓക്കെ, ഇനി ഇങ്ങനത്തെ ചിന്തകൾ വരാനുള്ള കാരണങ്ങൾ എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വളർച്ചയെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. അതിന് ഈ ബന്ധം ഒരു തടസ്സം പോലെ നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ഫീൽ ചെയ്യുന്നു. യങ് ഇമ്മച്ചുർ എനർജി ആണിത്. അതുകൊണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ എനർജി നിങ്ങളെ എത്രത്തോളം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയോ ഡൗട്ടുകളുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം. നിങ്ങൾക്ക് മണി റിലേറ്റഡ് ആയിട്ടും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനൊരു ചിന്ത നിങ്ങളിൽ വരാനുള്ള കാരണം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവരെ വളരെ ഇഷ്ടമാണ്.
ഒരു 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഉടനെ തന്നെ അടുത്ത കാർഡായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നല്ല രീതിയിൽ ഈ കക്ഷി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങളുടെ ആഗ്രഹം, ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്, ഈ ബന്ധം നല്ലതായിട്ട് കൂടെ വേണം എന്ന് തന്നെയാണ്. ബന്ധം സക്സസ് ആകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം, പ്രതീക്ഷ. അങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇത് ഫ്യൂച്ചറിൽ നിങ്ങളുടെ കൂടെ സ്ഥിരമായി ഉണ്ടാകുമോ, ലാസ്റ്റ് ചെയ്യുമോ, സ്റ്റേബിളായിരിക്കുമോ, ഇമോഷണൽ ആൻഡ് മെച്വർ സെക്യൂരിറ്റി നിങ്ങൾക്ക് തരുമോ നിങ്ങളുടെ ജീവിത യാത്രയിൽ? കാരണം നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമോ, നിങ്ങൾക്ക് മെച്വർ ഇമോഷണൽ സെക്യൂരിറ്റി തരുമോ എന്നെല്ലാം നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നുണ്ട്. ഈ ആളെ ചൂസ് ചെയ്താൽ അത് കിട്ടുമോ എന്ന് നിങ്ങൾക്ക് വീണ്ടും 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 ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് ലാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു ബന്ധം വേണം, ഇമ്മച്ചുറായിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്യണോ എന്നാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ, ഈ ബന്ധം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ ടാരോട്ട് പറയുന്നത് ഫ്യൂച്ചർ ഫിൽഡ് വിത്ത് ലീഡർഷിപ്പ് ആയിരിക്കും. അതായത് നിങ്ങളായിരിക്കും അവരെ ഡോമിനേറ്റ് ചെയ്യേണ്ടത്. ഈ ഡോമിനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഭരിക്കുക അല്ലെങ്കിൽ അടിച്ചമർത്തുക അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലീഡർഷിപ്പിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിനെക്കുറിച്ച് ഒരു വിഷൻ വേണം, ഇതെങ്ങനെ പോകണം എന്നുള്ളൊരു വിഷൻ വേണം. നിങ്ങൾക്ക് തന്നെ ഈ ബന്ധത്തിൽ ഒരു കോൺഫിഡൻസ് വേണം. ഒരു തീരുമാനമെടുത്തതിന് ശേഷം പിന്നെ എനിക്ക് ഈ ബന്ധത്തിൽ വലിയ കോൺഫിഡൻസ് ഇല്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടാരോട്ട് ഇങ്ങനെ അഡ്വൈസ് ചെയ്യുന്നത്. ഈ റിലേഷൻഷിപ്പിൻ്റെ മുഴുവൻ ചാർജും നിങ്ങൾക്കായിരിക്കും. നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് നിങ്ങൾ അവരെ ഇൻസ്പയർ ചെയ്ത് നിങ്ങളുടെ കൂടെ കൂട്ടേണ്ടി വരും. ഓക്കെ, യുവർ പാർട്ട് ഷുഡ് ബി ഇൻ യുവർ കൺട്രോൾ എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ കൺട്രോളിലായിരിക്കും. നിങ്ങളായിരിക്കും മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ്. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.